Then cos theta minus sin theta into sec theta minus cos theta into tan theta plus cot theta. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രിപ്ലെറ്റുകൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 90ക്ക് താഴെയുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ആംഗിൾ ഇട്ട് കൊടുക്കുക. ആംഗിൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആവാതെ നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ തീറ്റയ്ക്ക് 0 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പോൾ കൊസീക് തീറ്റ കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. സോ സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. കൊസീക് 0 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും? കൊസീക് 0 1/0 എന്ന് വന്നു. കണ്ടോ, 1/0 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഈ തീറ്റ ഇട്ട് കൊടുക്കാൻ, 0 എന്ന് പറയുന്ന തീറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, 1/0 പോലുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ ആ തീറ്റ മാറ്റി വേറെ ഏതെങ്കിലും ഇട്ട് കൊടുത്തോ. വേറെ നമുക്ക് എന്താണ്, തീറ്റയ്ക്ക് നമുക്ക് 45 ഇട്ട് കൊടുക്കാം. 45 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/√2. ശരിയല്ലേ? √2 മൈനസ് 1/√2 ഇൻറ്റു സിക് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 തന്നെയാണ്. മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/√2 തന്നെയാണ്. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ അതെന്ത് തന്നെ വരും? ഇവിടെ ഇൻറ്റു ആണ്, 1 + 1 എന്ന് വരും. ശരിയല്ലേ? ഇതെന്തെന്ന് വരും? ആൻസർ എന്തെന്ന് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? 1/√2 എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/√2 എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/√2 എന്ന് വരും. ഇതും 1/√2 എന്ന് വരും. പിന്നെ ഇത് 1 + 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. ഓക്കെ, സോ ഈ √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും. ആൻസർ എന്തെന്ന് കിട്ടും? ആൻസർ 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കൂ. ആൻസർ 1, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ.